നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ ഇപ്പോൾ എല്ലാ പ്രതികളും അയ്യപ്പൻ്റെ സ്വർണം കെട്ടവർ ഇപ്പോൾ വെളിയിലിറങ്ങി വിലസുകയാണ്. ഓരോരുത്തരായിട്ട് ഇറങ്ങുമ്പോൾ ഇതുവരെയായിട്ട് കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് SITയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ നമ്മുടെ ഹൈക്കോടതിയടക്കം എപ്പോഴും വളരെ രൂക്ഷമായ ഭാഷയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികരിക്കാറുള്ളത്. മുഖമടച്ചുള്ള പ്രതികരണം തന്നെയാണ് ഹൈക്കോടതി നടത്താറുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതിയും അത്തരത്തിലുള്ള ചോദ്യമുനയുമായിട്ടാണ് രംഗത്ത് വരുന്നത്. ശബരിമലയിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന ചോദ്യവുമായിട്ടാണ് സുപ്രീം കോടതി വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അറസ്റ്റിനെതിരെ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു ചോദ്യം. പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാർച്ച് 9 മാറ്റി. അറസ്റ്റ് ചോദ്യം ചെയ്ത് പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങിയ ബെഞ്ച് സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ നിർണായക പരാമർശം നടത്തിയത്. അവിടെ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നാണ് ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകരോട് ആരാഞ്ഞത്. സ്വർണ്ണക്കൊള്ളയുമായി പങ്കജ് ഭണ്ഡാരിക്ക് ഒരു ബന്ധവുമില്ലെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. നാനോടെക് ഗോൾഡൻ ഡെപ്പോസിഷനിൽ വിദഗ്ധനാണ് പങ്കജ് ഭണ്ഡാരി എന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ISROയുടെയും മംഗൾയാൻ, ചന്ദ്രയാൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് പങ്കജ് ഭണ്ഡാരി എന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തയ്യിൽ മഹാദേവ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് മാർച്ച് 9 സുപ്രീം കോടതി മാറ്റിയത്. വെള്ളിയാഴ്ച കേസ് പരിഗണിക്കണമെന്നായിരുന്നു പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഹോളി അവധിക്ക് ശേഷമേ പരിഗണിക്കാൻ കഴിയുകയുള്ളൂവെന്നും സുപ്രീം കോടതി അറിയിക്കുകയായിരുന്നു. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി പങ്കജ് ഭണ്ഡാരിക്ക് ഒരു ബന്ധവുമില്ലെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അതൊന്നും തന്നെ കോടതി മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം സാധാരണക്കാരായുള്ള ജനങ്ങൾ ഇതിന്റെ വാർത്ത പുറത്തു വന്നപ്പോൾ ചോദിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു, ഇനി അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? അയ്യപ്പനെയും ഇത്തരത്തിൽ അവർ മോഷ്ടിച്ചോ? അതേ ചോദ്യം തന്നെയാണ് ഇന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. അവിടെ ഇനി എന്തെങ്കിലും മോഷ്ടിക്കാനായിട്ട് ബാക്കിയുണ്ടോ എന്നുള്ളത്. സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ ശബ്ദമായിട്ടാണ് ഇന്ന് കോടതി അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു ചോദ്യം പുറത്തു വന്നിരിക്കുന്നത്. പല പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ എല്ലാവർക്കും നിയമ സംവിധാനമാണ് അവസാന കച്ചിത്തുരുമ്പ്. കോടതിയിൽ ഇന്ന് ചോദിച്ചിട്ടുള്ള ഈ ചോദ്യം അത് കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. പല ആളുകളും ഇതിനോടകം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അവർക്കെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഓരോരുത്തരും ഹർജിയായിട്ട് കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ കയറി ഇറങ്ങുന്നത്. നേരത്തെയും സുപ്രീം കോടതി സ്വർണ്ണക്കൊള്ളയിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ദൈവത്തെ പോലും കൊള്ളയടിച്ചില്ലേ എന്നായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത്. നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠര് രാജീവർക്ക് കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപാണ് രാജീവർക്ക് കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രതി കേസിൽ സ്വാധീനം ചെലുത്തുമെന്നും തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കട്ടിളപ്പാളി കേസിൽ 13-ാം പ്രതിയും ദ്വാരപാലക കേസിൽ 16-ാം പ്രതിയുമാണ് തന്ത്രി. തന്ത്രിക്കെതിരെ തെളിവുകൾ ഹാജരാക്കാൻ SITക്ക് ആയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ്. പൂജകൾ ഉൾപ്പെടെയുള്ള താന്ത്രികമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ചുമതലയെന്നും ഇന്ന് പുറത്തുവരുന്ന ജാമ്യ ഉത്തരവിൽ പറഞ്ഞിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും കേസിൽ പ്രധാന പ്രതിയാണ് കണ്ഠര് രാജീവനുമെന്നും SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ തന്ത്രിക്ക് പങ്കുണ്ടെന്നും SIT കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാദം കൊല്ലം വിജിലൻസ് കോടതി പാടെ തള്ളി. SIT തന്ത്രിക്കെതിരെ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യ പൂജാരിയാണ് തന്ത്രി. മുഖ്യ പൂജാരിക്ക് പങ്കുണ്ടെന്ന് എങ്ങനെയാണെന്ന് തെളിയിക്കാനാകുമോ എന്നും കോടതി ചോദിച്ചു. 20/7/2019 18/5/2019 ഹാജറുകളിൽ തന്ത്രി ഒപ്പിട്ടിട്ടില്ല എന്നത് ഗൂഢാലോചനയിൽ തന്ത്രിക്ക് പങ്കുണ്ടെന്ന വാദത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച നടത്തണമെന്ന ആവശ്യം നിരാകരിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ വീണ്ടും ബഹിഷ്കരിച്ചു.
സഭയിൽ നടുത്തളത്തിൽ പ്രതിഷേധിച്ച ശേഷമാണ് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങിയത്. സ്വർണ്ണക്കൊളയിൽ യഥാർത്ഥ പ്രതികൾ വിലസുകയാണെന്നും കോടികൾ തട്ടിയവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്പലക്കള്ളന്മാർക്ക് കേരളം മാപ്പ് തരില്ല എന്നെഴുതിയ ബാനറുമായിട്ടാണ് പ്രതിപക്ഷ MLA-മാർ നിയമസഭാ മന്ദിരത്തിന് പുറത്തേക്ക് വരികയായിരുന്നു. കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് ഇന്നും MLA-മാർ സഭ ബഹിഷ്കരിച്ചത്. ഈ ഗവൺമെന്റിന്റെ മർക്കട മുഷ്ടിയും അഹങ്കാരവുമാണ് ഇന്ന് സഭയിൽ കണ്ടത്. ജനങ്ങളോടോ പ്രതിപക്ഷത്തോടോ ഒരു ബഹുമാനവും താല്പര്യവും കാണിക്കാത്ത സർക്കാരാണിത്. ഏകാധിപത്യ ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് മറുപടി നൽകും. കേരളത്തിലെ ജനങ്ങളെ തിരസ്കരിച്ച സർക്കാരാണിത്. ധാർമ്മികമായ അധികാരത്തിലിരിക്കാൻ അവകാശമില്ലാത്ത സർക്കാരാണിത്. കോടികൾ ചിലവഴിച്ച് സർക്കാർ PR നടത്തുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ എല്ലാ പ്രതികളും പുറത്തു വന്നു. പത്മകുമാറും പുറത്തു വരുമെന്നാണ് വാർത്ത. ശബരിമല തന്ത്രിയെ 41 ദിവസം ജയിലിലിട്ടു. എന്നാൽ അദ്ദേഹത്തിനെതിരെ ഒരു തെളിവുമില്ലെന്നും കോടതി പറയുന്നു. യഥാർത്ഥ പ്രതികൾ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ വിലസുകയാണ്. ചോദ്യം ചെയ്യലിൽ ഹാജരായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ നടപടിയില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടികൾ തട്ടിയവർക്കെതിരെയും നടപടിയില്ല. ദേവസ്വം ബോർഡ് ഇതുവരെ കണക്ക് തിട്ടപ്പെടുത്തിയിട്ടില്ല. CM ഓഫീസിന്റെ ഇടപെടൽ മൂലം SIT-യുടെ അന്വേഷണം നടക്കുന്നില്ല. അയ്യപ്പ സംഗമത്തിന് സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ സ്വീകരിച്ചത് മന്ത്രി VN വാസവനാണ്. ഇതെല്ലാമാണ് സഭയിൽ ഞങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായില്ല എന്നും ചെന്നിത്തല പറഞ്ഞു. ഏതായാലും വിചാരിച്ചതുപോലെ തന്നെ നിയമസഭയിൽ ഈ ശബരിമല വിഷയം ആഞ്ഞടിക്കുകയാണ്. സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്നത് തന്നെയാണ് തുടരുന്നത്. അകത്തും പുറത്തും ശബരിമല വിഷയം വലിയ രീതിയിൽ ആളിക്കത്തിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.